Assalamualaikum, welcome back to my channel Arabian Qissa. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡിന്റെ ഒരു ഫ്യൂഷൻ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡ് കൊണ്ട് ഒരു വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതിന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഞാൻ സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഏതിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ആ ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ സൈഡ് 4 കട്ട് ചെയ്ത ബ്രെഡ് ആ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെയർ പോലെ നമ്മൾ അടുക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ ഞാൻ ചൈന ഗ്രാസ് സാധാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടുക. അതുപോലെ തന്നെ പുഡിങ്ങിൽ എപ്പോഴും നല്ല മധുരം വേണം. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെറുതായിട്ട് മിസ്സായിട്ടുണ്ട്. ഞാൻ ചൈന ഗ്രാസും പാലിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്ന വീഡിയോ ആണ് മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ഞാൻ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞു തരാം. നമ്മൾ ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാല് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പാലായുണ്ട്, അത് അതിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് മിക്സായി വരും. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ് വെച്ചിട്ട് ആ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഈ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ആയിന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് സമയത്തിന്, ഇതൊന്ന് സെറ്റ് ആവുന്നത് വരെ മാത്രം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മളെ കസ്റ്റാർഡിലേക്ക്. ഇതിലേക്ക് ഗ്രേപ്സും ഡേറ്റ്സും മാംഗോ ആപ്പിൾ പേര അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അത് നമുക്ക് ആ കസ്റ്റാർഡിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പാല് തിളപ്പിക്കുക. പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് സാധാ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കട്ടയാവാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മിക്സ് നമുക്ക് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ ഇതുപോലെ കിട്ടും. പിന്നെ ഡയറക്റ്റായിട്ട് കസ്റ്റാർഡ് പൗഡർ ഒരിക്കലും പാലിലേക്ക് ഇട്ട് കൊടുക്കരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കസ്റ്റാർഡൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ 3rd ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3rd ലെയർ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. 3rd ലെയർ ആയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ലെയർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നട്ട്സും ഇട്ട് കൊടുക്കാം. ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്യൂഷൻ ഫ്രൂട്ട് സലാഡാണ്. ഇത് നല്ല ടേസ്റ്റാണ്. താഴത്തെ ബ്രെഡും ചോക്ലേറ്റും ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ചോക്കോ പൈൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അങ്ങനെയൊക്കെ ഒരു ഫീലാണ് വരിക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറിന് മാത്രം വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.